നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. CPM-ന് വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം 1987 മുതൽ കേൾക്കുന്നതാണ്. KR ഗൗരിയമ്മയെ മുഖ്യമന്ത്രിയാക്കുമെന്ന പ്രചാരണം 1987 തെരഞ്ഞെടുപ്പിൽ നാട് മുഴുവൻ അലയടിച്ചത് നമ്മൾ കേട്ടതാണ്. ഗൗരിയമ്മയ്ക്ക് ശേഷം പിന്നീട് 96 സുശീല ഗോപാലൻ മുഖ്യമന്ത്രിയാകും എന്നുള്ള ഒരു പ്രചരണവും അതിശക്തമായി ഉണ്ടായിരുന്നു. 2021 KK ശൈലജയെ മുഖ്യമന്ത്രിയാക്കുമോ എന്നുള്ള പ്രചരണം ഉയർന്നില്ലെങ്കിലും ചില ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. ശരിക്കും CPM-ന് ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകുമോ? വനിതാ മുഖ്യമന്ത്രിയാകാൻ പറ്റിയ ആളുകൾ CPM-ലുണ്ടോ? CPM നേതൃത്വം അത് അനുവദിക്കുമോ? ഈ ചോദ്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലും ഉയർന്നു വരികയാണ്. കാരണം 2026 വീണ്ടും CPM സർക്കാർ അധികാരത്തിൽ വന്നാൽ പിണറായി വിജയൻ 5 വർഷം മുഖ്യമന്ത്രി ആയിരിക്കുമെന്നുള്ള ഒരു സൂചന പാർട്ടി നൽകുന്നില്ല. ഒരുപക്ഷെ പിണറായിയെ മുൻനിർത്തിക്കൊണ്ട് 2026 ഭരണം പിടിക്കും. പക്ഷേ ഇടയ്ക്ക് വെച്ച് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞേക്കാം. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്കകളൊക്കെ നമ്മൾ പലതവണ കേട്ടതാണല്ലോ. അതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നമുക്കറിയില്ലെങ്കിലും അതുകൊണ്ട് പിണറായി ഒരുപക്ഷെ 2 വർഷത്തിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ഒരു വനിതാ മുഖ്യമന്ത്രി ആയിരിക്കും എന്നുള്ള സൂചന CPM കേന്ദ്രങ്ങളിൽ ചിലയിടങ്ങളിൽ ചർച്ചയാകുന്നുണ്ട്. വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകില്ല എന്ന് ഒരിക്കലും പാർട്ടി പറയില്ലെന്ന് MV ഗോവിന്ദൻ പറയുകയും ചെയ്തു. ധാരാളം വനിതകൾക്ക് CPM-ൽ കൂടുതൽ റോളുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്, കൂടുതൽ പ്രസൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്, അവർക്ക് സ്പേസ് കൊടുക്കുന്നുണ്ട്. വനിതകൾക്ക് മാത്രമല്ല ന്യൂനപക്ഷങ്ങൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും ദളിതർക്കും എല്ലാം CPM-ൽ കൂടുതൽ സ്പേസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ വിഭാഗങ്ങളിൽ നിന്നൊക്കെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരുമൊക്കെ ഉയർന്നു വരണമെന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. പക്ഷേ CPM-നുള്ളിൽ ഒരു വനിതാ മുഖ്യമന്ത്രി എന്നുള്ള ഒരു ചർച്ച വീണ്ടും പതിയെ ചൂടുപിടിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ മാറേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു വനിതാ മുഖ്യമന്ത്രി, കാരണം KK ശൈലജ ഇത്തവണയും മത്സരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ശൈലജ മാത്രമല്ല, മറ്റ് പ്രൊഫസർ ബിന്ദു അടക്കമുള്ള അല്ലെങ്കിൽ CS സുജാതയെ പോലുള്ളവർ, അങ്ങനെ ഒരു വലിയ നേതൃനിര, വനിതാ നേതൃനിര ഇത്തവണ 2026 തെരഞ്ഞെടുപ്പിൽ CPM-ന് വേണ്ടി രംഗത്തുണ്ടാവും. ഈ വനിതാ നേതൃനിരയിൽ എല്ലാവരും പ്രഗത്ഭർ തന്നെയാണ്. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ 2026 തെരഞ്ഞെടുപ്പിൽ വനിതാ നേതാക്കൾ CPM-ന് വേണ്ടി മത്സരിക്കുന്നത്. അതുകൊണ്ട് വനിതകളുടെ പ്രാതിനിധ്യം നന്നായി സഭയിൽ ഉണ്ടാകുമെന്ന് CPM നേതൃത്വം ഉറപ്പിച്ച് പറയുന്നുമുണ്ട്. വനിതകളുടെ നേതൃത്വം നന്നായി ഉണ്ടാവും. ഇത്തവണ നിയമസഭയിൽ 1/3 ഭാഗമെങ്കിലും CPM-ൽ നിന്നുള്ളവർ വനിതാ MLA-മാരായിരിക്കുമെന്നുള്ള സൂചന CPM കേന്ദ്രങ്ങൾ നേരത്തെ തന്നെ നൽകിക്കഴിഞ്ഞു. ചെറുപ്പക്കാരായും അനുഭവസമ്പത്തുള്ളവരായും ഒക്കെ വനിതാ നേതാക്കൾ സഭയിൽ ഉണ്ടാകുമെന്നുള്ള സൂചന CPM നൽകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ വനിതാ മുഖ്യമന്ത്രിയുടെ കാര്യം 2028-29 ശേഷം CPM കൃത്യമായി ആലോചിക്കുമെന്ന് മാത്രമല്ല, പിണറായി കഴിഞ്ഞാൽ പിന്നെ ഒരു വനിതാ മുഖ്യമന്ത്രി CPM-ന് ഉണ്ടാകും എന്ന് തന്നെയാണ് പാർട്ടി പറയുന്നത്. ആരാണ് എന്ന് പറയാൻ ഒരു പക്ഷേ പാർട്ടിക്ക് ഒരു രാഷ്ട്രീയ സംവിധാനത്തിൽ കഴിയില്ല. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു വനിതാ മുഖ്യമന്ത്രിയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതുണ്ടാവാൻ സാധ്യതയില്ല. കാരണം മുഖ്യമന്ത്രി ആകാൻ നിൽക്കുന്നവരും ഇതിന് ശേഷം മുഖ്യമന്ത്രി ആകാൻ നിൽക്കുന്നവരും അതിനുശേഷം മുഖ്യമന്ത്രി ആകാൻ നിൽക്കുന്നവരും എല്ലാം പുരുഷന്മാരാണ്. എന്നാൽ CPM-ൽ അങ്ങനെയല്ല. പിണറായിക്ക് ശേഷം ഒരു വനിതാ മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ വനിതാ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാനുള്ള നീക്കം കൃത്യമായി CPM-ൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് CPM-ന് വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകുമെന്ന് തുറന്നു പറഞ്ഞില്ലെങ്കിലും അതിൻ്റെ സാധ്യതകളെ പാർട്ടി കൊട്ടിയടയ്ക്കുന്നില്ല എന്നത് പുതിയ ഒരു കാര്യം ആണ് എന്ന് നമുക്ക് തോന്നുന്നു, അല്ലെങ്കിൽ പുതിയൊരു ചർച്ചാ വിഷയമാണ്. നേരത്തെയൊക്കെ വനിതാ മുഖ്യമന്ത്രി അല്ല എന്ന് പാർട്ടി തുറന്നു പറഞ്ഞിട്ടുണ്ട്. നയനാരായാലും അതിനുശേഷം VS അച്യുതാനന്ദനായാലും പിണറായി ആയാലും. ഇപ്പം അങ്ങനെയല്ല. വനിതാ മുഖ്യമന്ത്രിയുടെ സാധ്യതകൾ പാർട്ടി കൊട്ടിയടയ്ക്കുന്നില്ല എന്ന് MV ഗോവിന്ദൻ മാഷ് തന്നെ പറയുമ്പോൾ 2026 ശേഷം CPM-ന് ഒരു വനിതാ മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് പിണറായിയുടെ ഭരണം കഴിഞ്ഞ ശേഷമാണോ, പിണറായി ഇടയ്ക്ക് വെച്ച് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറിയതിന് ശേഷമാണോ, ഇതൊന്നും നമുക്ക് ഇപ്പോൾ പറയുക സാധ്യമല്ല. പക്ഷേ വനിതാ മുഖ്യമന്ത്രിക്ക് അരങ്ങ് ഒരുങ്ങുന്നുണ്ട് CPM-ൽ.